വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ ട്യൂഷൻസ്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ് 2-ലെ സെക്കൻഡ് ചാപ്റ്ററിന്റെ ഒരു ഭാഗം ആ സ്റ്റോറി നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമ്മളിതാ അതിൻ്റെ രണ്ടാമതൊരു ഇന്റർവ്യൂ ആണ്. അതിന്റെ റിയൽ ലൈഫ് ക്യാരക്ടർ നമ്മൾ പറഞ്ഞു ആരാണ്? അരുണാചലം മുരുകാനന്ദം എന്ന് പറയുന്ന പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കിടക്കാം, നോക്കാം. പാഠപുസ്തകം എടുത്തോളൂ. ഡോണ്ട് യു വാണ്ട് ടു നോ ദ റെസ്റ്റ് ഓഫ് സ്റ്റോറി? നിങ്ങൾക്ക് ആ സ്റ്റോറിയുടെ ബാക്കി അറിയണ്ടേ? നമ്മളെ ബബ്ലുവിന്റെ നമ്മുടെ ഗൗരിയുടെയും ചാപ്റ്ററിലെ അത്. ഡു യു വാണ്ട് ടു നോ മോർ അബൌട്ട് ബബ്ലൂസ് ജേർണി? ബബ്ലുവിന്റെ ആ ജീവിതം, മുന്നോട്ടുള്ള കാര്യം എങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയണോ? ഹിയർ ഈസ് ഹിസ് സ്റ്റോറി ഇൻ ഹിസ് ഓൺ വേർഡ്സ്. ആ പറയുന്ന അയാളുടെ വാക്കുകൾ, റിയൽ ആയിട്ടുള്ള ക്യാരക്ടറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്റ്റോറി നമുക്ക് കേൾക്കാം, അല്ലെങ്കിൽ മനസ്സിലാക്കാം. നോക്കാം. എന്താ ഇവിടെ ഒരു ഇന്റർവ്യൂ നടക്കുകയാണ്. ഇന്റർവ്യൂ വിത്ത് പത്മശ്രീ അരുണാചലം മുരുകാനന്ദം, ദ പാൻ മാൻ ഓഫ് ഇന്ത്യ, ബബ്ലു ഇൻ ട്വിങ്കിൾ ഖന്ന സ്റ്റോറി. ട്വിങ്കിൾ ഖന്നയിലെ ബബ്ലു എന്നുള്ള ക്യാരക്ടർ ആയിട്ട് മാറിയിട്ടുള്ള, അല്ലെങ്കിൽ പറയുന്ന അരുണാചലം മുരുകാനന്ദനെയാണ് എന്തായിട്ട് പോർട്രേ ചെയ്തിരിക്കുന്ന ബബ്ലു. ബബ്ലു എന്ന് പറയുന്ന കെവാട്ട് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് പുള്ളിക്കാരി വരച്ച് വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്നത്. പാൻ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആര്? അരുണാചലം മുരുകാനന്ദം, ദ റിയൽ മാൻ അല്ലെ. ആ പറയുന്ന മനുഷ്യരുടെ ഇത്രയും ഐസൊലേഷനും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ച മനുഷ്യൻ, ആ മനുഷ്യനോടുള്ള ഒരു ഇന്റർവ്യൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബാക്കി ലൈഫ് എന്താണെന്ന് അറിയാനുള്ള ഒരു ഇന്റർവ്യൂ ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നമുക്കത് നോക്കാം. നോക്കുക, ഇവിടെ ഫോട്ടോസ് കൂടെ APJ അബ്ദുൽ കലാമിന്റെ കൂടെ ഇരിക്കുന്ന വ്യക്തിയാണ് നമ്മുടെ ആ പറയുന്ന ആര്? അരുണാചലം മുരുകാനന്ദം എന്ന വ്യക്തി. കണ്ടല്ലോ. നോക്കുക, ഒരു ഇന്റർവ്യൂ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്, നോക്കിയിരിക്കുക. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മുരുകാനന്ദം. ഇറ്റ്സ് വെരി കൈൻഡ് ഓഫ് യു ടു മീറ്റ് ആൻഡ് ടോക്ക് ടു us. We know that you have been working on the manufacture and distribution of inexpensive sanitary napkins for a quarter of a century. നോക്കുക, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പറയുന്നു മിസ്റ്റർ മുരുകാനന്ദൻ. ഗുഡ് മോർണിംഗ്. ഇറ്റ്സ് വെരി കൈൻഡ് ടു മീറ്റ് യു. നിങ്ങളെ കണ്ടതിൽ വളരെയധികം സന്തോഷം. ആൻഡ് നമുക്ക് സംസാരിക്കാനുണ്ടായാൽ വളരെ സന്തോഷം. We know that you have been working on the manufacture and distribution of inexpensive sanitary napkins for a quarter of a century. ഒരു ക്വാർട്ടർ ഓഫ് സെഞ്ചുറിയുടെ കാൽഭാഗത്തോളം, അല്ലെങ്കിൽ 10-25 കൊല്ലത്തോളം അല്ലെ ആയി നിങ്ങൾ എന്ത് ചെയ്യുന്നു? വളരെ ചീപ്പായിട്ടുള്ള സാനിറ്ററി നാപ്കിൻസ് ഈ നമ്മുടെ ലോകത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. അതിൽ താങ്കൾ വളരെ വിജയം കൈവരിച്ചിട്ടുണ്ട്. അതിൽ വളരെ സന്തോഷമുണ്ട്. Now we had like to learn about your early days. നമുക്കിപ്പോൾ താങ്കളുടെ ആദ്യ കാലഘട്ടത്തെ കുറിച്ച് അറിയാൻ താല്പര്യപ്പെടുന്നു. Did anyone inspire you to work for the good of the community? നിങ്ങൾ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ? ഈ പറയുന്ന കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടി, നല്ലതിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് നിങ്ങൾ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ എന്ന് പറയുന്ന ഇന്റർവ്യൂ ചോദിക്കുകയാണ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് പറയുന്ന പുള്ളിക്കാരൻ നമ്മൾ ഈ പറയുന്ന അഭിസംബോധന പറയാൻ. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ലെറ്റ് മീ അറ്റ് ദ ഔട്ട്സൈഡ് ടെൽ യു മൈ സ്റ്റോറി. അപ്പോൾ നോക്കാം, ഞാൻ ആദ്യം തന്നെ എൻ്റെ കഥ ഞാൻ നിങ്ങൾക്കായിട്ട് പറയാം. മൈ ഫാദർ, എൻ്റെ അച്ഛൻ, വാസ് ആൻ ഹാൻഡ്ലൂം വീവർ. ഒരു നെയ്ത്ത് തൊഴിലാളിയായിരുന്നു. ഐ ഡ്രോപ്ഡ് ഔട്ട് ഓഫ് സ്കൂൾ അറ്റ് 14 വെൻ ഹി പാസ്ഡ് അവേ ക്വൈറ്റ് അൺഎക്സ്പെക്ടഡ്ലി. വളരെ അവിചാരിതമായി എൻ്റെ അച്ഛൻ്റെ മരണം സംഭവിച്ചു. അങ്ങനെ 14-ാമത്തെ വയസ്സിൽ എനിക്ക് സ്കൂളിൽ നിന്ന് വിട്ട് ഇറങ്ങേണ്ട, അല്ലെങ്കിൽ സ്കൂൾ പഠിക്കാതിരിക്കാൻ, ഇപ്പോൾ സ്കൂളിൽ പോകാത്ത അവസ്ഥയിലേക്ക് വന്നു. മൈ മദർ വർക്ക്ഡ് ഓൺ എ ഫാം. എൻ്റെ അമ്മ ഒരു ഫാമിലാണ് ജോലി ചെയ്തത്. ആൻഡ് ഷീ ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൾട്ട് ടു മേക്ക് എൻഡ്സ് മീറ്റ്സ് അല്ലെ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി എൻ്റെ അമ്മ ഒരുപാട് ആ സമയത്ത് കഷ്ടപ്പെട്ടു. ഷീ ഹാഡ് ടു ടേക്ക് കെയർ ഓഫ് 2 daughters ആൻഡ് എ സൺ. അല്ലെ 2 പെൺകുട്ടികളെയും ഒരു ആൺകുട്ടിയെയും നോക്കുക. ആ കഷ്ടപ്പാടൊക്കെ എൻ്റെ അമ്മ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് അറിയാലോ. ഷീ ഹാഡ് ഹോപ്ഡ് ഐ ഹാഡ് ബിക്കം ആൻ എഞ്ചിനീയർ. പുള്ളിക്കാരി കരുതിയിരുന്നത് ഞാൻ എന്തായി മാറുമെന്നാണ്, ഒരു എഞ്ചിനീയറായി മാറുമെന്നാണ് കരുതിയിരുന്നത്. However, she couldn't afford to send me to college. എന്നെ കോളേജിലേക്ക് വിടാനുള്ള ഒരു ഇതൊന്നും എൻ്റെ അമ്മയ്ക്ക് ഇല്ലായിരുന്നു. And I had to take up a job in a welding workshop. അങ്ങനെ ഞാൻ വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയി. Even as a young boy, ഒരു കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്ത് ചെയ്തു? ജോലിക്ക് പോവുകയാണ്. At 21, 21-ാമത്തെ വയസ്സിൽ I married. It was then I discovered that my wife Shanti had to use all rags instead of clean napkins during her menstrual cycle. തൻ്റെ പീരീഡ്സ് ടൈമിൽ തൻ്റെ വൈഫായിട്ടുള്ള ശാന്തി നാപ്കിൻസിന് പകരമായി റാക്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്തു? ഒരു ദിവസം മനസ്സിലായി. ദിസ് മെയ്ഡ് മീ തിങ്ക് അബൌട്ട് ദ ജനറൽ സ്റ്റേറ്റ് ഓഫ് വിമൻസ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ. ഈ പറയുന്ന ഒരു ഇൻസിഡന്റ് എന്നെ എന്ത് ചെയ്തു? ചിന്തിപ്പിച്ചു. യഥാർത്ഥമായി നമ്മൾ ഈ പറയുന്ന സ്ത്രീകൾക്ക് നടക്കുന്ന ഈ പറയുന്ന ഹൈജീനെ കുറിച്ചും അവരുടെ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്തു? മനസ്സിലാക്കി. ദ നോളജ് ടിഗേർഡ്. ആ പറയുന്ന നോളജ് എന്ത് ചെയ്തു? ടിഗർ ചെയ്തു. എന്നിൽ പുതിയൊരു ഇതുണ്ടാക്കി. മൈ റിസർച്ച് ഇൻ ടു ദ മാനുഫാക്ചർ ഓഫ് അഫോർഡബിൾ നാപ്കിൻ. അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള നാപ്കിൻസ് ഉണ്ടാക്കാനുള്ള ഒരു തോട്ട് എന്നിൽ എന്ത് ചെയ്തു? ടിഗർ ചെയ്യിപ്പിച്ചു, ചൊടിപ്പിച്ചു എന്നാണ്. ഓക്കെ, എന്നെ ചൊടിപ്പിച്ചു. അടുത്ത ചോദ്യം ചോദിക്കുന്നു. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് യു ഇയേഴ്സ് to find the right materials for your napkins. Could you tell us more about the phase of your research? നിങ്ങൾക്ക് ഈ നാപ്കിൻസ് ഉണ്ടാക്കാൻ ഒരുപാട് വർഷം വേണ്ടി വന്നു എന്ന് ഞാൻ അറിഞ്ഞു. എങ്ങനെയാണ് സാർ നിങ്ങൾ ആ പറയുന്ന രീതിയിൽ ആ ഒരു നാപ്കിൻസ് റിസർച്ച് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള കാര്യം ഒന്ന് പറയുമെന്ന് ചോദിക്കുന്നു. അയാൾ പറയാണ്, ആസ് ഐ മെൻഷൻ ഏർലിയർ, ഞാൻ ആദ്യമേ തന്നെ മെൻഷൻ ചെയ്തല്ലോ, മൈ ഫാദർ വാസ് എ വീവർ. എൻ്റെ അച്ഛൻ ആരായിരുന്നു? ഒരു ഹാൻഡ്ലൂം വീവർ ആണ് ഞാൻ പറഞ്ഞിരുന്നു.
Therefore, അതുകൊണ്ട് തന്നെ I was somewhat familiar with cotton. അതുകൊണ്ട് തന്നെ കോട്ടൺ അതിനെക്കുറിച്ചൊക്കെ എനിക്ക് കുറച്ചൊക്കെ അറിയാം. And made use of many varieties of cotton. അതുപോലെ ഒരുപാട് കോട്ടനെ കുറിച്ചും കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാവുന്നു. My initial experience failed miserably. ആദ്യത്തെ ശ്രമങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. Moreover, എന്നിരുന്നാലും the topic was taboo in our village at that time. And my interest in the subject led to my isolation within the community and even my family. But I didn't give up. അപ്പോൾ പക്ഷേ എല്ലാവരും ഒരു ടാബ്ലോ പോലെ അല്ലെങ്കിൽ എന്താണ് ഒരു അല്ലാത്ത രീതി ഒരു അല്ലാത്ത കഥ പോലെയായി ഞാൻ ഈ പറയുന്ന ഒബ്സസ്ഡ് ആയിട്ട് ഈ പറയുന്ന രീതിയിൽ സാനിറ്ററി നാപ്കിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിലും വില്ലേജിലും എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. പോരാത്തതിന്റെ ഫാമിലിയിൽ പോലും ഒരു ഐസൊലേറ്റഡ് ഒരു ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു മാറി. പക്ഷേ ഐ ഡിഡ്ന്റ് ഗീവ് അപ്പ്. ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ആ ശ്രമമൊന്നും നിർത്തിയില്ല. I tried to find out what type of cotton the popular brands were using for their napkins. ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡ്സ് ഒക്കെ ഏത് രീതിയിലുള്ള നാപ്കിൻസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള റിസർച്ചിലേക്ക് അത് കണ്ടുപിടിക്കാൻ, അത് തിരക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാനായിട്ട് ഞാൻ ശ്രമിച്ചു. It took me 2 years of trial and error to figure out it was pine wood pulp and cotton. Pine wood, not cotton. അപ്പോൾ pine wood pulp ആണ് അതിന് യൂസ് ചെയ്യുന്നത്, കോട്ടൺ അല്ല എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. The supplier sent me some samples. Supplier ഈ പറയുന്ന പൈൻ ഇതിന്റെ സപ്ലൈസ് എനിക്ക് ഒരുപാട് സാമ്പിൾസ് അയച്ചു തന്നു. I spent several days wondering how to make a cellulose from it. അതിൻ്റെ അന്ന് സെല്ലോസ് എങ്ങനെ ഉണ്ടാക്കി എടുക്കാം എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. One day, ഒരു ദിവസം my pet dog accidentally scratched the sample card and I could see the soft cottony material. This gave me the idea of defibration. അപ്പോൾ ഒരു ദിവസം എൻ്റെ പെറ്റ് ഡോഗ് ഇങ്ങനെ അറിയാതെ ആ സാമ്പിളിൻ്റെ അകത്തൊന്ന് ചുണ്ട് നോക്കിയപ്പോൾ അതിൻ്റെ അകത്ത് ഈ കോട്ടൻ്റെ ത്രെഡ് കണക്ക് വരുന്ന കണക്കണ്ടു. അങ്ങനെയാണ് ഡീഫൈബ്രേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിനെ കുറിച്ചും അതിനെക്കുറിച്ച് ഞാൻ എന്ത് ചെയ്തത് കണ്ടെത്തുന്നതും മനസ്സിലാക്കുന്നത്. Later, വീണ്ടും ആ ചോദ്യം ചോദിക്കുന്നു. Later, Mr. Muruganandam, you discovered that the real need was for more efficient machinery. How did you understand this? അപ്പോൾ പറയാണ്, ശേഷം നിങ്ങൾ ഈ നല്ല രീതിയിലുള്ള കോട്ടൺ ഒബ്ജക്റ്റും കാര്യങ്ങളെ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ വീണ്ടും ചോദിക്കണം, ലേറ്റ് അതിനുശേഷം മിസ്റ്റർ മുരുകാനന്ദം, യു ഡിസ്കവേർഡ് ദാറ്റ് ദ റിയൽ നീഡ് വാസ് ഫോർ മോർ എഫിഷ്യന്റ് മെഷീൻ. പിന്നെ മനസ്സിലായത് ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീൻ ആണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ട അല്ലേ, അതിനെക്കുറിച്ചുള്ള അറിവാണെന്ന് എനിക്ക് മനസ്സിലായി. ഹൗ ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾക്ക് എങ്ങനെയാണത് ആ ഒരു തിരിച്ചറിവിലേക്ക് നിങ്ങൾ പോയത് എന്ന് ചോദിക്കുകയാണ്. The missions that produce sanitary napkins costs at the time. അല്ലേ, വളരെയധികം വളരെ ഒരു കോടിക്കണക്കിന് രൂപയാണ് ആ മെഷീനൊക്കെ വില വന്നിരുന്നത്. I realized that women would get affordable napkins only if the machinery become less expensive. അല്ലേ, അങ്ങനെ കോടിക്കണക്കിന് വില മതിക്കുന്ന മെഷീൻസ് കൊണ്ടുണ്ടാക്കുന്ന നാപ്കിൻസിന് നല്ല വിലയായിരിക്കും. അപ്പോൾ അത് വളരെ ചെലവ് കുറഞ്ഞ നാപ്കിൻ യൂസ് ചെയ്യണമെങ്കിൽ വളരെ ചെലവ് കുറഞ്ഞ മെഷീൻ തന്നെ അത് ഉണ്ടാക്കണം. അപ്പോൾ അതിൽ ആ ചിന്തയിലേക്ക് ഞാൻ പോവുകയുണ്ടായി. I then began to focus on ഡിസൈനിങ് അഫോർഡബിൾ മെഷീൻ. ഞാൻ ആദ്യം ഈ പറയുന്ന മെറ്റീരിയൽ എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ശ്രമിച്ചത് എന്താണ്, വളരെ അഫോർഡബിൾ ആയിട്ടുള്ള മെഷീൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള എയിമിലേക്കാണ് ഞാൻ പിന്നെ പോയതെന്ന് അയാൾ പറഞ്ഞു. അഗെയിൻ ബൈ ട്രയൽ ആൻഡ് എറർ, അവിടെയും ആദ്യം ട്രയൽ ഉണ്ടായി, പിന്നെയും ഒരുപാട് എറർ സംഭവിച്ചു. ഐ സക്സീഡഡ് ഇൻ ഡിസൈനിങ് ആൻഡ് ബിൽഡിംഗ് റിലേറ്റീവ്ലി ഇൻഎക്സ്പെൻസീവ് മെഷീൻസ്. അല്ലെ, അങ്ങനെ അവസാനം വളരെ അത്രയും വലിയ എക്സ്പെൻസീവ് അല്ലാത്ത രീതിയിലുള്ള മെഷീൻസ് ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചു. This could be operated by people without much training. വലിയ ട്രെയിനിങ് ഇല്ലാത്ത ഒരാൾക്ക് പോലും ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. I designed 3 separate machines for the defibration, compression and sterilization of the material. ഒരു മെറ്റീരിയൽ ഡീഫൈബ്രേഷനും അതുപോലെ കംപ്രഷനും സ്റ്റെറിലൈസേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഓരോരോ മെഷീൻ വെച്ച് ഉണ്ടാക്കി. This too is the result of trial and error. അവിടെയും ട്രയലും എറർ ആയിട്ടുള്ള ഒരുപാട് സംഭവം ഉണ്ടായി. The only method I had ever recommended for genuine innovation. അപ്പോൾ ഞാൻ എന്താണ്, ജെനുവിൻ ആയിട്ടുള്ള ഇന്നോവേഷൻ മാത്രമാണ് ഞാൻ എന്ത് ചെയ്തത് ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുന്നു. അത് അത്ര അദ്ദേഹം പറഞ്ഞ് നിർത്തുകയാണ്. അടുത്ത ചോദ്യം വരുന്നു. സർ, of course, ശരിയാണ് സാർ, many MNCs, വളരെ മൾട്ടിനാഷണൽ കമ്പനീസ് ആണ് MNC, മൾട്ടിനാഷണൽ കമ്പനീസ് would have made you handsome offers for your machines. അല്ലേ, അപ്പോൾ താങ്കൾ ഇത്രയും ചെലവ് കുറഞ്ഞ് ആ മെഷീൻ ഉണ്ടാക്കിയപ്പോൾ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് താങ്കളെ സമീപിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ ഒരുപാട് ഹാൻസം ഓഫേഴ്സ്, നല്ല മനോഹരമായ ഓഫേഴ്സ് ഒക്കെ താങ്കൾക്ക് തന്നിട്ടുമുണ്ടല്ലേ. Were you tempted to take any of these offers? നിങ്ങൾക്ക് ആ പറയുന്ന ഓഫേഴ്സ് കേട്ടിട്ട് ടെംപ്റ്റേഷൻ ഒക്കെ ഉണ്ടായി, നിങ്ങൾക്ക് ആ മെഷീൻ കൊടുക്കണമെന്നോ ആ പൈസ വാങ്ങിയത് കൊടുക്കണമെന്നുള്ള താല്പര്യം അല്ലെങ്കിൽ ആ ഒരു ടെംപ്റ്റേഷൻ നിങ്ങൾക്ക് ഉണ്ടായോ എന്ന് ചോദിക്കുകയാണ്. It took me 13 years to get a patent for my innovation. ഏകദേശം 13 വർഷത്തോളം എടുത്തു താൻ കണ്ടുപിടിച്ച ഒരു കാര്യത്തിന് എന്തുണ്ടാക്കിയെടുക്കാൻ, പേറ്റന്റ് ഉണ്ടാക്കിയെടുക്കാൻ. When I got to the patent, ഞാൻ പേറ്റന്റിന് വേണ്ടി പോയപ്പോൾ I placed it in public domain for anyone who wanted to use it. അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല, ഞാൻ അത് എന്ത് ചെയ്തു, പബ്ലിക് ഡൊമൈൻ പബ്ലിക്കലി ആണ് ഞാൻ എല്ലാവർക്കും അത് പറഞ്ഞു കൊടുത്തത്, ആർക്ക് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. I sell my machines at a subsidized price to women's self-help groups. അല്ലെ, സബ്സിഡി റേറ്റിൽ ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങി, ഈ വിമൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പ്സുകൾക്ക് ഇത് നൽകാൻ തുടങ്ങി. My profit margin is based on need, not greed. എൻ്റെ പ്രോഫിറ്റ് മാർജിൻ എപ്പോഴും ആവശ്യത്തിന്റെ ഇതനുസരിച്ചിട്ടാണ്, അല്ലാതെ ഗ്രീഡ്, അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ള ആയിരുന്നില്ല.
I believe that the success of entrepreneurship lies not in making money. ഞാൻ വിചാരിച്ചത് എന്താണ്, ഈ പറയുന്നത് വിചാരിച്ചിരുന്ന കാര്യം എന്താണ്, ഒരിക്കലും ഒരു സംരംഭം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക അല്ലെങ്കിൽ പണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല, ബട്ട് ഇൻ അലോവിങ് അതേഴ്സ് ടു ബെനിഫിറ്റ്. മറ്റുള്ള ആൾക്കാർക്ക് എൻ്റെ സംരംഭം കൊണ്ട് എന്തെങ്കിലും ചില ബെനിഫിറ്റുകൾ, നല്ല കാര്യങ്ങൾ ഉണ്ടാകണം, അതിന് വേണ്ടിയിട്ടാണ് എന്നാണ് അയാൾ പറയുന്നത്. സർ, വീണ്ടും ചോദ്യം ചോദിക്കുകയാണ്. സർ, why do you promote women and women's self groups so much? എന്തിനാണ് നിങ്ങൾ സ്ത്രീകളെയും സ്ത്രീകളുടെ ഗ്രൂപ്പിനെയും ഇത്രയും അധികം പ്രോത്സാഹിപ്പിക്കുന്നത്, ഇത്രയും അധികം ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. അയാൾ പറയുന്നു, ഗാന്ധി സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് വിമൻ കുഡ് ട്രാൻസ്ഫോം ഇന്ത്യ. ഗാന്ധിജി നല്ല രീതിയിൽ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. എന്ത്, ഈ പറയുന്ന സ്ത്രീകൾക്ക് ഇന്ത്യയെ എന്ത് ചെയ്യാൻ സാധിക്കും, ട്രാൻസ്ഫോം, മാറ്റിമറിക്കാനുള്ള കഴിവുണ്ട് എന്ന് ഗാന്ധിജി വിശ്വസിച്ചിരുന്നു. ഐ ഫോളോഡ് ഗാന്ധിസ് വിസ്ഡം ആൻഡ് ഹിസ് പാത്ത്. ഞാൻ ഗാന്ധിജിയുടെ പാതയും അദ്ദേഹത്തിന്റെ ഇതും കാര്യങ്ങളൊക്കെ എന്താണ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. My vision is to generate 1 million jobs for women in India and to promote 100% hygiene in households. എൻ്റെ ഈ മറ്റൊന്നുമല്ല, ഈ പറയുന്ന കണക്ക് 1 million ജോബ്സ്, സ്ത്രീകൾക്ക് 1 million ജോബ്സ് ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ സ്ത്രീകൾക്ക്, എല്ലാ സ്ത്രീകൾക്കും നല്ല ഒരു ഹൗസ് ഹോൾഡ് ഹൈജീൻ ഉണ്ടായിരിക്കണം, ഒരു വൃത്തിയിലോടുകൂടി ജീവിക്കണം എന്നുള്ള ഒരു എയിമാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. How can I best do that? എനിക്ക് അറിയത്തില്ല ഞാൻ എത്രത്തോളം അത് എനിക്ക് ചെയ്യാൻ എത്രത്തോളം ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് അറിയത്തില്ല. ഐ യൂസ് ദ പവർ ഓഫ് വിമൻ ടു എംപവർ വിമൻ. ഞാൻ വിമൻസിനെ തന്നെയാണ് അതിനെ പവറാക്കി എടുത്തിരിക്കുന്നത്. എന്തിനാ, വിമനാണ് വിമനെ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ സാധിക്കുക എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് വിമൻ ഗ്രൂപ്പ്സിനെയും വിമനെ അത്രയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അത് പറയുന്നതാണ് വീണ്ടും, ഇൻ മൈ മിഷൻ 3 elements ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺസ്. ഒന്ന്, അവയർനെസ്, ആൻഡ് സെക്കൻഡ് വൺ അവൈലബിലിറ്റി ആൻഡ് അഫോർഡബിലിറ്റി. അയാൾക്ക് 3 എലമെന്റ്സ് ആയിരുന്നു പ്രധാനപ്പെട്ടതായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മിഷനിൽ. ഒന്ന്, അവയർനെസ്, എല്ലാവരെയും ബോധവൽക്കരിക്കുക, ആൻഡ് അവൈലബിലിറ്റി, എല്ലാവർക്കും ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുക, ആൻഡ് അഫോർഡബിലിറ്റി, എല്ലാവർക്കും പറയുന്ന അവൈലബിൾ ആയിട്ടുള്ള സാധനം അഫോർഡബിൾ റേറ്റ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണ് പുള്ളിക്കാരന് എയിം ഉണ്ടായിരുന്നത്. വിമൻ ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി വിത്ത് വിമൻ. വിമന് മാത്രമേ വളരെ എഫക്റ്റീവായിട്ട്, ഒരു സ്ത്രീയോട് സംസാരിച്ച് ഇത് എടുക്കുന്നേക്കാൾ വിമനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മറ്റൊരു വിമനെ മനസ്സിലാക്കാൻ സാധിക്കൂ എന്ന് പുള്ളിക്കാരൻ മനസ്സിലാക്കി. ആൻഡ് ക്രിയേറ്റ് അവയർനെസ് ഓൺ മിനിസ്ട്രൽ ഹൈജീൻ. ആ ഒരു സ്ത്രീക്ക് മാത്രമേ ഈ മിനിസ്ട്രൽ ഹൈജീനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറ്റൊരു സ്ത്രീയെ പറഞ്ഞ് ബോധവൽക്കരിക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ഞാൻ വിമനെയാണ് ഞാൻ എന്ത് ചെയ്ത് ഫോക്കസ് ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത് അതുകൊണ്ടാണ് എന്ന് പുള്ളിക്കാരൻ എന്ത് ചെയ്യാണ് പറഞ്ഞു കൊടുത്തു. വീണ്ടും അവർ ചോദിക്കുന്നു, യു ഹാവ് സെഡ് ദാറ്റ് യു പ്രിഫർ ടു യൂസ് ദ വേർഡ് ഡീറ്റെയിൽ റാദർ ദാൻ റീറ്റെയിൽ. വെൻ യു മെൻഷൻ യുവർ പ്രോഡക്റ്റ് you could explain what you mean by this. അപ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ പ്രോഡക്റ്റിനെ കുറിച്ച് മെൻഷൻ ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഡീറ്റെയിൽ എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ റീറ്റെയിൽ എന്ന വാക്കിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ എന്നുള്ള പദമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത്. Could you explain? നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമോ? What do you mean by this? നിങ്ങൾ എന്താണ് അത് വെച്ച് അർത്ഥമാക്കുന്നതെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുക. അപ്പോൾ വീണ്ടും നമ്മുടെ ഇന്റർവ്യൂവർ ചോദിക്കുകയാണ്, you have said that you prefer to use the word detail rather than detail when you mention your product. നിങ്ങളെ പ്രോഡക്റ്റ് നിങ്ങൾ പറഞ്ഞ സമയത്ത്, ഡീറ്റെയിൽ ചെയ്ത സമയത്ത് പറഞ്ഞു, എന്താ പറഞ്ഞേ, ഡീറ്റെയിൽ എന്ന് പറയുന്ന വാക്കിനേക്കാൾ കൂടുതൽ ഞാൻ റീറ്റെയിൽ എന്നുള്ള വാക്കാണ് കൂടുതൽ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ റീറ്റെയിലിന് പകരം ഡീറ്റെയിൽ ആണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു അല്ലേ. അപ്പൊ എന്താണ്, could you explain what you mean by this? എന്തിനാണ് സാർ നിങ്ങൾ അങ്ങനെ യൂസ് ചെയ്തത്, അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ ചോദിക്കുക. നോക്കാം, പറഞ്ഞു പുള്ളിക്കാരൻ പറയാണ്, more than turnover I focus on impact. ടേൺ ഓവറിനേക്കാൾ കൂടുതൽ മീൻസ് ഒരു വലിയ രീതിയിൽ പൈസ അല്ലെങ്കിൽ ഈ പണം കിട്ടുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഐ ഫോക്കസ് ഓൺ ഇമ്പാക്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കൊണ്ട് പബ്ലിസിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള അവയർനെസ്സിനെയാണ്, അല്ലെങ്കിൽ ആൾക്കാരുടെ ഇടയിൽ ഇത് എത്തുക, എൻ്റെ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ചാണ് ഞാൻ ചിന്തിച്ചത്. സോഷ്യൽ എന്റർപ്രണർഷിപ്പ് ഷുഡ് ബി ഇമ്പാക്ട് ബേസ്ഡ്. എപ്പോഴും ഒരു സംരംഭകന് വേണ്ടത് ഇമ്പാക്റ്റ് ആണ്. ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കുമ്പോൾ ആ പ്രോഡക്റ്റ് പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തുക, അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാവരിലേക്കും എത്തുക എന്നുള്ള ഒരു ഇമ്പാക്റ്റ് ആണ് ഉണ്ടാവേണ്ടതെന്ന് പറയുന്നു. ഐ ആസ്ക് ദ വിമൻസ് collectives to personally talk to every woman customer in detail about hygiene. ഞാൻ എന്ത് ചെയ്തു, ഈ പറയുന്ന കണക്ക് എക്സിക്യൂട്ടീവ്സിനോട് പറഞ്ഞു, ഡയറക്റ്റ് ആയിട്ട് ആരോട് സംസാരിക്കണം, സ്ത്രീകളോട് സംസാരിക്കുക, എന്തിനെക്കുറിച്ച്, ഹൈജീനെ കുറിച്ചും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യണം. അവർ എയിം ഈസ് ടു നോട്ട് ടു ഇൻക്രീസ് സെയിൽസ് ബട്ട് ടു ഇൻക്രീസ് അവയർനെസ്. നമ്മുടെ ഇതെന്ന് പറയുന്നത് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക മാത്രമല്ല, അതല്ല, എന്താണ് ഉള്ള ഏറ്റവും വലിയ ഇതെന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് അവയർനെസ്. അവരുടെ ആ ഒരു അവയർനെസ്, ബോധവൽക്കരണമാണ്. അവരുടെ ആ ഒരു ഹൈജീൻ ഉണ്ടാവണം. ഈ പറയുന്ന സ്ത്രീകളുടെ ഹൈജീനെ കുറിച്ചും അതിനെക്കുറിച്ചുള്ള ഹൈജീൻ്റെ ഒക്കെ ഒരു അവയർനെസ് ആണ് ഞാൻ കൊടുക്കാനായിട്ട് എപ്പോഴും ഉദ്ദേശിച്ചിരുന്നത്. We have created 1,363 local brands and earned 3/4 of $1 billion in revenue so far. അപ്പോൾ പറഞ്ഞു 1363 ലോക്കൽ ബ്രാൻഡുകളും അതുപോലെ 3/4 of $1 billion ബില്യൺ ഡോളറോളം എന്ത് ചെയ്തു, റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചു.
അല്ലെ, ഞാൻ ഈ പറയുന്ന കണക്ക് സ്ത്രീകളെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ എയിം. ഒരിക്കലും ആ പണം ഉണ്ടാക്കുക അല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗ്രൂപ്പ്സിന് ഞാൻ ഇതിനെ ലോക്കൽ ഗ്രൂപ്പ്സിനെയൊക്കെ ഇത് കോർഡിനേറ്റ് ചെയ്ത് ഒരുപാട് രീതിയിൽ ചെയ്യുകയും നല്ലൊരു റവന്യൂ, ഒരു ബില്യൺ റവന്യൂ എനിക്ക് ഉണ്ടാവുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഡീറ്റെയിലിംഗ് ഇൻഫർമേഷൻ ആൻഡ് ക്രിയേറ്റിംഗ് അവയർനെസ് ഈസ് എ ടഫ് തിങ് ടു ഡു. ഈ പറയുന്ന കണക്ക് ഈ ഇൻഫർമേഷൻ ഡീറ്റെയിൽ ചെയ്യുകയും അതുപോലെ ഈ അവയർനെസ് ചെയ്യുകയും ചെയ്യുന്ന അത്യാവശ്യം ടഫായിട്ടുള്ള ഒന്ന് തന്നെയാണ്. I bow to all teachers as they spend their whole lives detailing things to people. അല്ലെ, ഞാൻ അതുകൊണ്ട് തന്നെ ഈ ടീച്ചേഴ്സിന്റെ മുമ്പിൽ ഞാൻ വണങ്ങുകയാണ്, ബോ ചെയ്യുകയാണ്. കാര്യം വേറൊന്നുമില്ല, ഇത്രയും കാര്യങ്ങളൊക്കെ കുട്ടികളെ ഇങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് പഠിപ്പിച്ച് മനസ്സിലാക്കുന്ന ടീച്ചർക്ക് എൻ്റെ പ്രണാമം അല്ലെങ്കിൽ ബോ ചെയ്ത് അല്ലെങ്കിൽ അവരെ എന്ത് ചെയ്യുന്നു, പുള്ളിക്കാരെ ആദരിക്കുകയാണ്. വീണ്ടും ചോദ്യം ചോദിക്കുന്നു, did you ever get any support from policy makers or government agencies for your project, sir? Can you tell us how the government supporters your efforts, അല്ലെ, supported your efforts, അല്ലെ? ചോദിക്കുന്നു, താങ്കൾക്ക് ഗവൺമെന്റിന്റെയും അല്ലാതെ പോളിസി മേക്കേഴ്സിന്റെയും എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ സഹായം നിങ്ങൾ കിട്ടിയോ? താങ്കൾക്ക് പറയാൻ സാധിക്കും എങ്ങനെയാണ് ഗവൺമെന്റും ബാക്കിയുള്ളവർ നിങ്ങളുടെ എഫേർട്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് പറയാൻ സാധിക്കുമെന്ന് ചോദിക്കുന്നു. ഇതാ പറയുകയാണ്, IIT Madras honored me with the National Innovation Foundation's Grassroots Technology Innovation Award. ഒരു അവാർഡ് നൽകി അവരെന്നെ ആദരിച്ചു. I received the award from President of India. പ്രസിഡന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് അവാർഡ് കിട്ടി. The government of India selected me for the Padma Shri Award in 2016. 2016 പത്മശ്രീ നൽകി ഇന്ത്യൻ ഗവൺമെന്റ് അദ്ദേഹത്തെ ആദരിച്ചു. The Indian Parliament discussed the issue of women health and hygiene at great length. At the government waived the GST on sanitary napkins. Sanitary napkins ഇതിൽ നിന്നും GST എന്ത് ചെയ്തു, ഒഴിവാക്കി. അപ്പൊ അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ അവർ ചെയ്തു എന്ന് പറയുന്നു. ബട്ട് വാട്ട് ഐ കൺസിഡർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഓഫ് ആൾ ഈസ് ദാറ്റ് മൈ ഫാമിലി കെയിം ബാക്ക് ടു മീ. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ആദരം കിട്ടിയത് എൻ്റെ ഫാമിലി ഇതെല്ലാം കണ്ട് എന്റെലേക്ക് തിരിച്ച് വന്നതാണ് എനിക്ക് ഏറ്റവും വലുതായിട്ട് തോന്നിയത്. അടുത്ത കാര്യം ചോദിക്കുന്നു, what message do you have especially for the young innovators and social entrepreneurs for our nation? നമ്മുടെ ഈ നേഷനിലെ പുതുതായി വരുന്ന സോഷ്യൽ എന്റർപ്രണേഴ്സ്, സാമൂഹികമായിട്ടുള്ള ഈ പറയുന്ന ബിസിനസ് കൊണ്ടുവരുന്ന ആൾക്കാർ, അതുപോലെ പുതിയ ആൾക്കാർക്കൊക്കെ നിങ്ങൾക്ക് എന്താണ് നൽകാനുള്ള പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നു. what advice would you give to students? എന്താണ് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് നൽകാൻ സാധിക്കുന്ന ലെസൺസ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണെന്ന് ചോദിക്കുകയാണ്. ഇതാ പറയുന്നു, education empowers us. വിദ്യാഭ്യാസം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകും. We must, however, always bear in mind that we do not need to beg for a job after education. ജോബ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ശേഷം ഒരിക്കലും ജോലിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യരുത്, ഇങ്ങനെ ബെഗ് ചെയ്യാൻ പാടില്ല. ആൻഡ് ക്രിയേറ്റ് ജോബ്സ് ഫോർ യുവർസെൽഫ് ആൻഡ് അതേഴ്സ്. അല്ലെ, നമ്മൾ സ്വയം ജോലി കണ്ടെത്തുകയും മറ്റുള്ളവർക്ക് അതിന് സഹായം നൽകുകയും ചെയ്യണം. യു നീഡ് എഡ്യൂക്കേഷൻ ആൻഡ് നോളജ് ടു ഐഡന്റിഫൈ ദ പ്രോബ്ലംസ്. അപ്പോൾ എന്താണ്, നോളജും ഈ പറയുന്ന എഡ്യൂക്കേഷൻ നിങ്ങൾ നേടിയെടുക്കുകയും എന്താണ് പ്രോബ്ലംസ് കണ്ടെത്തി മുന്നോട്ട് പോവുകയും വേണം. കൺവേർട്ട് എവരി പ്രോബ്ലം ഇൻടു ആൻ ഓപ്പർച്യൂണിറ്റി. എല്ലാ പ്രോബ്ലത്തിനെയും എന്തായി കൺസിഡർ ചെയ്യുക, ഓപ്പർച്യൂണിറ്റീസ് ആയി മനസ്സിലാക്കുക അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോവുക. കം ഔട്ട്, പുറത്തേക്ക് വരിക. വിത്ത് എ സൊല്യൂഷൻ, ആ ഒരു സൊല്യൂഷനോട് കൂടി പുറത്തേക്ക് വന്ന് ആൻ ഇൻവെൻഷൻ ആൻഡ് ഇന്നോവേഷൻ ആൻഡ് എന്റർപ്രൈസ്. ഒരു ഇൻവെൻഷൻ ഉണ്ടാക്കുക, ഒരു പ്രോബ്ലത്തിൽ നിന്ന് ഓപ്പർച്യൂണിറ്റി ആണ് മനസ്സിലാക്കുക, അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുക, ഒരു ഇൻവെൻഷൻ ഉണ്ടാക്കിയെടുക്കുക, ഒരു ഇന്നോവേഷൻ ഒരു ഐഡിയ ഉണ്ടായി ഒരു എന്റർപ്രൈസ്, ഒരു എന്താണ് പ്രസ്ഥാനം അല്ലെങ്കിൽ ഒരു സംഭവത്തിലേക്ക് അല്ലെങ്കിൽ ഒരു ഐഡിയയിലേക്ക് നിങ്ങൾ എത്തുക. become solution providers and social entrepreneurs. എന്താക്കുക, എപ്പോഴും ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ പ്രൊവൈഡേഴ്സോ സോഷ്യൽ ആയിട്ടുള്ള സാമൂഹികമായിട്ടുള്ള എന്റർപ്രണേഴ്സോ ആയിട്ട് മാറണം. ട്രാൻസ്ഫോം ദ വേൾഡ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കൂ എന്ന് പറയുകയാണ്. താങ്ക് യു വെരി മച്ച് സർ. We assure your life and your words of wisdom will indeed be an inspiration for generation to come. പുള്ളിക്കാരെ ഈ പറയുന്ന ഇന്റർവ്യൂ ചെയ്ത ആള് നമ്മുടെ ഈ പറയുന്ന അരുണാചലം മുരുകാനന്ദത്തിന് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ വാക്കുകൾ ഈ പറയുന്ന പുതിയ തലമുറയ്ക്കും ഇനി വരുന്ന ആൾക്കാർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാണ് പുള്ളിക്കാരൻ നിർത്തുകയാണ്, അല്ലെ, പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ നിർത്തുകയാണ്. അപ്പോൾ നോക്കട്ടെ, അരുണാചലം മുരുകാനന്ദന്റെ ലൈഫാണ് നമ്മൾ ഇന്റർവ്യൂവിൽ കണ്ടത്. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ, അദ്ദേഹം എങ്ങനെയാണ് ഈ പറയുന്ന മെഷീൻ കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് ഈ പറയുന്ന കാര്യങ്ങൾ കണ്ടുപിടിച്ചത്, എന്തൊക്കെ പ്രതിസന്ധികൾ പുള്ളിക്കാരൻ നേരിട്ടു, ഗവൺമെന്റ് എങ്ങനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്തത്, അദ്ദേഹത്തിന്റെ ഐഡിയാസ് എങ്ങനെയാണ്, അദ്ദേഹത്തിന് എന്താണ് ഈ നാട്ടിനോട് പറയാനുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഉള്ള ഒരു ഇന്റർവ്യൂ ആണ് നമ്മളിവിടെ കണ്ടത്. ചോദ്യവും ഉത്തരവും വളരെ ജസ്റ്റ് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അദ്ദേഹത്തിന്റെ ഒരു ലൈഫാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്, പൊലൻഡിന്റെ ലൈഫാണ് കണ്ടത്. അതേ കണക്ക് തന്നെ അദ്ദേഹത്തിന്റെ ലൈഫ് തന്നെയാണ് ഇവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നത്, മനസ്സിലാക്കുക. കാര്യം ഒരുപാട് കഷ്ടപ്പാടിൽ നിന്ന്, ഒരുപാട് ഒറ്റപ്പെടിൽ നിന്ന്, ഐസൊലേറ്റഡ് ആയിട്ട് സ്റ്റേറ്റിൽ നിന്നൊക്കെ കയറി വന്ന് പെർസീവറൻസോട് കൂടി ഹാർഡ് വർക്കിൽ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുവന്ന 2 പേരുടെ ലൈഫാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഇനിയും എന്ത് ചെയ്യുക, മുന്നോട്ടുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയും നമുക്ക് ഈ യൂണിറ്റിൽ ഒരു ചാപ്റ്ററും കൂടെയാണുള്ളത്. അതെന്താണ്, സീഡ്ലിംഗ് ആണ്, നമ്മുടെ ഒരു കവിതയാണ്. അപ്പോൾ അതും കൂടെ നമ്മളിനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. തുടർന്നും വീഡിയോ എന്ത് ചെയ്യുക, കാണുക. താങ്ക് യു.